Hello guys, welcome to Performance Management's pre-March mock in the section A answering video. Myself Makbul KP, your performance management tutor at Dream Ledger. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രീ മാർച്ച് മോക്കിന്റെ സെക്ഷൻ എ ആൻസറിങ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഹൈലോ മെത്തേഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡാറ്റ pertaining to the production of electric scooter battery in EV for the last 4 quarters were as follows. Quarter 1 mission hours 20,000, conversion cost കൊടുത്തിട്ടുണ്ട്. And in any quarter should production capacity utilized exceeding 50%, an additional cost of 60,000 will be incurred for 2 additional maintenance service on the machines. Full capacity of existing production facility is in a quarter is 60,000 machine hours. Okay, using high-low method, what is the estimated conversion cost for the next quarter if the production capacity to be utilized is estimated to be 35,000 machine hours? എന്താണ് നമുക്ക് ഹൈലോ മെത്തേഡിൽ കോസ്റ്റ് കാണണം, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കണ്ടിട്ട് നമുക്ക് 35,000 മെഷീൻ അവേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള കൺവേർഷൻ കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഹൈലോ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വരിക നോക്കാം. ഹൈയും ലോ എടുക്കണം അല്ലെ. ഹൈ എടുക്കുമ്പോൾ നമുക്ക് ഹൈ എത്രയാണ്? 42,000 ആണ്. ലോ എത്രയായിരുന്നു? നമുക്ക് ലോ വരുന്നത് 12,000 അല്ലെ. അപ്പോൾ 12,000 അവേഴ്സും 42,000 അവേഴ്സും ഇതിന്റെ ഡിഫറൻസ് 30,000 അവേഴ്സ് ആണ് ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോസ്റ്റ് എടുക്കാം. ഇതിന്റെ കോസ്റ്റിൽ 3085,000 ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഇൻ എനി ക്വാർട്ടർ should production capacity utilized exceeds 50%. ഈ 60,000ന്റെ 50%-ൽ അധികം പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂസ് ചെയ്യണമെങ്കിൽ 60,000 എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ചെയ്യും ഫോർ 2 അഡീഷണൽ മെയിൻ്റനൻസ്. അപ്പോൾ എന്താണ്? 3085,000-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 60,000-നെ കുറക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാല് ഇത് 12,000 നമുക്ക് കൊടുക്കെടുത്ത് 2,925,000 ആണ്. ഇവിടെ നമുക്ക് കിട്ടും 3025,000. ഓക്കെ, അപ്പോ ഇനി ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 21 അങ്ങനെയായിരുന്നു. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കാം. 3025,000 മൈനസ് 925,000 എത്രയാണ് വരിക? 21 5 zeros. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സീറോ കൂടി എടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് 30,000-ന് എക്സ്ട്രാ വരുന്ന കോസ്റ്റ്. ഇതിൽ നമുക്ക് 30,000 അവേഴ്സിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് ആണ് ഈ 21 lakh. 21 lakh. അപ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാല് ഇതിൽ ഈ ഫിക്സഡ് കോസ്റ്റിന്റെ എലിമെന്റ് നമുക്ക് എലിമിനേറ്റ് ആയിപ്പോയി. നമ്മൾ ഈ രണ്ട് ഹയസ്റ്റും ലോവസ്റ്റും എടുത്തിട്ട് അതിന്റെ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ഇവിടെയുള്ള ഫിക്സഡ് കോസ്റ്റും ഇവിടെയുള്ള ഫിക്സഡ് കോസ്റ്റും നമുക്ക് എലിമിനേറ്റ് ആയിപ്പോയി, അത് കട്ട് ഓഫ് ആയിപ്പോയി. അപ്പൊ നമുക്ക് വരുന്നതാണ് ഇതിന്റെ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ 30,000-ന് വേരിയബിൾ കോസ്റ്റ് 21 lakh ആണെങ്കിൽ ഒരു അവറിന്റെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? $70 per hour ആണ് അല്ലെ. ഓക്കെ, $70 per hour. ഇനി നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 12,000-ന്റെ കോസ്റ്റ് എത്രയാണ്? 9,25,000-ന് അതിൽ നിന്ന് ഈ 12,000 ഇൻറ്റു 70 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 85,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടുക. ഫിക്സ്ഡ് കോസ്റ്റ് 85,000 കിട്ടും.
അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 85,000 കിട്ടി, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 70 hours കിട്ടി. ഇനി അപ്പോൾ എസ്റ്റിമേറ്റഡ് 35,000 എത്ര കിട്ടും എന്ന് അറിയാലോ. ആദ്യം ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അതെത്ര 85,000. പിന്നെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അഡീഷണൽ കോസ്റ്റ് എന്തുകൊണ്ടാണ്? 50% ഓഫ് ടോട്ടൽ അവേഴ്സ് 60,000 ആണ്, ഇവിടെ 35,000 ഉണ്ട്. അപ്പോൾ ഈ 60,000 അഡീഷണൽ വരുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് അപ്പോൾ എത്ര ആയിരിക്കും? 35,000 ഇൻറ്റു നമുക്ക് എത്ര 70 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 35,000 ഇൻറ്റു 70 നമുക്ക് എത്ര കിട്ടും? 245,440 കിട്ടും. അതേ പ്ലസ് 85,000 എടുക്കാം, പ്ലസ് 60,000 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ വരിക? 2595,000. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം 2595,000. ഇതാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് വരിക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Rexco is a star-rated hotel operator. The management accountants plan to adopt the building block model by Fitzgerald and Moon for performance management. അപ്പോൾ ഫിറ്റ്സ്ഗാർഡ് മൂണിന്റെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലാണ് എടുക്കാന്ന് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇസ് എ മെഷർമെന്റ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഫോർ ഇയർ. റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഫോർ ഇയറിന്റെ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ഫസ്റ്റത്തെ ആവറേജ് ഒക്യുപ്പൻസി റേറ്റ് തരുന്നുണ്ട്. ഓക്കെ, അത് അവിടെ വെക്കട്ടെ. ആവറേജ് ഗസ്റ്റ് റേറ്റിംഗ് ഓൺ ദ ക്ലീനിനെസ് ഓഫ് റൂമും ആവറേജ് ഗസ്റ്റ് റേറ്റിംഗ് ഓൺ വാല്യൂ ഫോർ മണി സർവീസസും. ഇത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ആവറേജ് ഡെയിലി റൂം റേറ്റ് ഇത് എക്കോണമി ബേസ് ചെയ്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്തായിരിക്കും? ആവറേജ് റൂം കപ്പാസിറ്റി ആണ്, അല്ലെ? ആവറേജ് റൂം കപ്പാസിറ്റി ആണ് നമുക്ക് എന്താ റിസോഴ്സ് യൂട്ടിലൈസേഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. YBECO specializes in assembling central processing unit for desktop computer in accordance to customers' request. There is a request for quotation for a special order of batch of CPU. Each of the CPU requires two components to ensure its durability, namely component X ഉം Y. Component X ഉം Y ആവശ്യമുണ്ട്. All components X required are available in stock with original price of cost 5,000. Original cost 5,000 ആണ്. Resale value at any time is 1,500. And current purchase price of the component is 6,200. In total, component X is often used in many other orders by the customers. Oftenly used ആണ്. Current purchase price 6,200 ആണ്. Resale value 1,500 ആണ്. ഒറിജിനലി പർച്ചേസ് ചെയ്തത് 5,000 ആണ്. ഇനി component Yക്ക് component Y for such component contains some chemical that may cause allergic issues if not properly handled. It is commonly requested in most customer orders. Part of the component Y required are available in the stock from the leftover with an original cost of 4,800. Disposal of such component is expected with a handling cost of 2,000. The remaining component Y that required may be purchased with a cost of 5,600. Which of the following option is relevant cost of the two components for the special order? Special order ne നമുക്ക് relevant cost ആയിട്ട് ഏതാണ് എടുക്കുക? ഓക്കെ, കമ്പോണന്റ് എക്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ പർച്ചേസിംഗ് കോസ്റ്റ് എടുക്കാൻ പറ്റില്ല, ഓൾറെഡി ഹാപ്പൻ ചെയ്തതാണ്, സങ് കോസ്റ്റ് ആണ്. റീസെയിൽ വാല്യൂ 1,500 ആണ്. ഇത് നമുക്ക് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എടുക്കേണ്ട എന്താണ്? ഇത് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണ്, ഓഫൺ യൂസ്ഡ് ഇൻ മെനി അതർ ഓർഡേഴ്സ് ആയ കാരണം നമുക്ക് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് നമുക്ക് എന്തായിട്ട് വരിക? റെലവന്റ് കോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ 6,200 ആണ് കമ്പോണന്റ് എക്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ. ഓക്കെ, ഇനി കമ്പോണന്റ് വൈയുടെ കാര്യത്തിൽ നമുക്ക് 4,800 ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, അതും സങ് കോസ്റ്റ് ആണ്, അതിന്റെ ആവശ്യമില്ല. ഡിസ്പോസൽ ഓഫ് സച്ച് കോമ്പോണൻസ് എക്സ്പെക്ടഡ് ടു ബി $2,000. അപ്പോൾ $2,000 ഹാൻഡ്ലിംഗ് കോസ്റ്റ് വരാം. ദ റിമൈനിങ് കമ്പോണന്റ് വൈ ദാറ്റ് റിക്വയർഡ് മേ ബി പർച്ചേസ് വിത്ത് കോസ്റ്റ് ഓഫ് 5,600. അപ്പോൾ ഇത് രണ്ടും നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 7,600 ആണ്, അല്ലേ? അല്ല, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോസ്റ്റും
ഇത് നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് നമുക്ക് പോയി ഈ പ്രൊജക്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഉള്ള കാരണം നമുക്ക് ആ കോസ്റ്റ് ഇൻകർ ആവാൻ പോകുന്നില്ല. അപ്പൊ നമുക്കത് സേവിങ് ആണ്. അപ്പൊ -2000 പിന്നെ പ്ലസ് 5600 5600 3600 ആണ് നമുക്ക് എന്ത് വരിക, അഡീഷണൽ കോസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് വരിക. അതാണ് റെലവെന്റ് കോസ്റ്റ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് 2000 നമുക്ക് ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആയിട്ട് വരേണ്ടതാണ്, പക്ഷെ നമുക്ക് അത് വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മളിത് ഈ സാധനങ്ങൾ ഈ ഓർഡറിലേക്ക് എടുക്കുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Indicate by clicking on the relevant boxes in the table below what is the performance that is measured by the following key performance indicator that is currently adopted by a government hospital. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈ ഇതിൽ ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണം? പേഷ്യന്റ് ടു ഡോക്ടർ റേഷ്യോ ഒബ്വിയസ്ലി എഫിഷ്യൻസി ആണ് അല്ലെ, അതിൽ എക്കോണമി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. റീ അഡ്മിഷൻ റേറ്റ് ഓഫ് പേഷ്യൻസ്, അത് എഫക്റ്റീവ്നെസ് ആണ്. ഒരു ഡോക്ടറെ അടുത്ത് വന്ന് വീണ്ടും വരുന്നത് എഫക്റ്റീവ്നെസ് ഇല്ലാത്തതുകൊണ്ടാവില്ലേ, അപ്പൊ അതാണ് എഫക്റ്റീവ്നെസ്. Okay. Which of the following system will enable a more efficient cash flow? Efficient flow of information such as procurement, human resource, production, finance, and other across all departments and function in a multinational food process company. Multinational food process company ഇത്രയും ഇൻഫോർമേഷൻസ് എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഏതാണെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം. ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം ആണോ? ഇവിടെ ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത്, ഇവിടെ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ആണോ? അല്ല. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അതർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻസ് മാത്രമല്ല. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? അല്ല. ഇവിടെ ബാക്കി എല്ലാത്തിനെ കുറിച്ച് പറയുന്ന കാരണം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി KHCO manufactures and sell 3 types of perishable finished goods, project J, L, and M. It's highly automated manufacturing technology that produce what is needed for sale during the period. Relevant information for the 3 product for a period is given below. Project J ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഓവർഹെഡ് അലോക്കേറ്റഡ് പെർ യൂണിറ്റ് ഉണ്ട്, മെഷീൻ അവേഴ്സ് പെർ യൂണിറ്റ് ഉണ്ട്, മാക്സിമം ഡിമാൻഡ് ഉണ്ട്. ആൻഡ് ദ മാക്സിമം മെഷീൻ അവേഴ്സ് അവൈലബിൾ ഈസ് 80,000. ഈ പീരീഡിന് മാക്സിമം അവൈലബിൾ 80,000 ആണ്. മിനിമം ഓർഡർ ഫോർ പ്രൊഡക്റ്റ് M ഉണ്ട്, 6,000 യൂണിറ്റ്സ് ഉണ്ട്. അത് കസ്റ്റമറിനായിട്ട് എഗ്രി ചെയ്ത കോൺട്രാക്ട് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ദ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഫോർ ദ 3 പ്രൊഡക്ട്സ്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഈ ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ആദ്യം ത്രൂപുട്ട് കാണണം. ത്രൂപുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? റാങ്ക് ചെയ്യണം. റാങ്ക് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. അപ്പൊ ആദ്യം ത്രൂപുട്ട് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? J ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. ത്രൂപുട്ട് എത്രയൊക്കെയാണ് വരിക? 55 - 15, അപ്പൊ നമുക്ക് 40 ത്രൂപുട്ട് ഇവിടെ വരും. 41 - 13 നമുക്ക് ഇവിടെ 28 വരും. 62 - 24 ഇവിടെ 38 വരും. ഓക്കെ, M 38 വരും. ആൻഡ് ഇവിടെ നമുക്ക് ഇനി മെഷീൻ അവേഴ്സ് പെർ യൂണിറ്റ്, മെഷീൻ അവേഴ്സ് യൂസേജ് ആണ്. യൂസേജ് നമുക്ക് എത്ര വരുന്നുണ്ട്? 425 അല്ലെ, 425 ആണ്. അപ്പൊ നമുക്ക് ത്രൂപുട്ട് ബൈ മെഷീൻ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഷീൻ അവറിൽ എത്ര ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കിട്ടും. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്, ഇവിടെ 7.6. സോറി ഗൈസ്, ഇവിടെ 7.6 ഉണ്ട്. സോ നമുക്ക് റാങ്ക് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ സെക്കൻഡ് വരും, ഇവിടെ തേർഡ് വരും. നമ്മൾ ഇനി ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 6,000 M-നെ നമ്മൾ ചെയ്യണം. അപ്പം 6,000 M ചെയ്യണം ഇൻറ്റു നമുക്ക് യൂസേജ് 5 ആണ്. അപ്പൊ ഇൻറ്റു 5 നമുക്ക് 30,000 കിട്ടും. അപ്പൊ നമുക്ക് 30,000 ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 80,000 ആണ്. 80,000 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി എത്ര ഉണ്ട്? ഈ 30,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50,000 ബാക്കിയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് L ആണ്. L നമുക്ക് 8,000 ഡിമാൻഡ് ഉണ്ട്. മെഷീൻ അവേഴ്സ് 2 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8,000 L.
ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 16,000 കിട്ടും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഉള്ളത് 34,000 ആണ്. അപ്പോ നമ്മൾ എത്ര ജെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനി കൺഫ്യൂഷൻ. നമുക്ക് ജെ എത്ര യൂസേജ് വരുന്നത്? 4 ആണ് യൂസേജ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് ഇതില് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 35,000 ആണ് നമുക്ക് ഇവിടെ വരിക. ഓക്കെ, കാരണം എന്താ പറഞ്ഞാല് ടോട്ടൽ ജെ 9,000 ഉണ്ട്. 9,000 ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 36,000 ആണ് വരിക. അപ്പൊ നമുക്ക് ടോട്ടൽ ജെ ഉണ്ടാക്കാനുള്ള മെഷീൻ അവേഴ്സ് ഇവിടെ അവൈലബിൾ അല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഈ 34,000 നിന്ന് യൂസേജ് ആയിട്ടുള്ള 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8,500 കിട്ടും. 8,500 കിട്ടും അല്ലെ? നോക്കിക്കാം. 34,000 ഡിവൈഡഡ് ബൈ ഡിവിഷൻ എവിടെ? ഡിവൈഡഡ് ബൈ 4, 8,500 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ജെ 8,500, എൽ 8,000, എം 6,000. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 ആണ്. A company knows that for every $10 they increase the price of the product, demand falls by 20 units. Currently, the company is selling 1,000 units at a price of 200 each. The variable cost product is $140. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പ്രൈസ് ഇക്വേഷൻ എത്ര നോക്കാം. പ്രൈസ് നമുക്ക് 200 പ്ലസ് 10x എന്ന് കൊടുക്കാം. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ $10 ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 200 നിന്നാണ് ഇൻക്രീസ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് 10 ഇൻക്രീസ് ആയി. ഈ സമയത്ത് നമുക്ക് ഡിമാൻഡ് എത്ര നോക്കാം. ഡിമാൻഡ് നമുക്ക് 1000 മൈനസ് 20x എന്ന് കൊടുക്കാം അല്ലെ? കാരണം എന്താ? 10 ഇൻക്രീസ് ആകുമ്പോൾ 20 മൈനസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റവന്യൂ എന്താ? റവന്യൂ എന്ന് പറഞ്ഞാല് പ്രൈസ് ഇൻറ്റു ഡിമാൻഡ് അല്ലേ? അതെ. അപ്പൊ എത്രയാണ് വരിക? 200 പ്ലസ് 10x ഇൻറ്റു നമുക്ക് എത്ര വരും? 1000 മൈനസ് 20x. അതെ, ഇനി വേരിയബിൾ കോസ്റ്റിന് കൂടിയിട്ട് ഒരു എന്താ പറയാ ഒരു ഫോർമുല ചെയ്യാണ്. എന്താ? 140 ഇൻറ്റു ഡിമാൻഡ് ചെയ്താൽ മതി ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് അല്ലേ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 140 ആണെങ്കിൽ അപ്പൊ അത് എത്ര വരും? 140 ഇൻറ്റു 1000 മൈനസ് 20x. ഇനി ഞാൻ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരു എന്ത് കൊണ്ടുവരികയാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ എഴുതുകയാണ്. എന്താണ്? റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് അല്ലെ? അപ്പൊ റവന്യൂ എത്രയാണ്? നമുക്ക് 200 പ്ലസ് 10x ഇൻറ്റു 1000 മൈനസ് 20x മൈനസ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയ 140 ഇൻറ്റു 1000 മൈനസ് 20x. ഇങ്ങനൊരു ഇക്വേഷൻ ആണ് കിട്ടുക. ഇത് നമ്മൾ ചെയ്തു വന്നാൽ നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ ഇക്വേഷൻ വരും. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് എക്സ് സ്ക്വയർ ഒക്കെ ആയിട്ട് കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് 22 എന്ന് കിട്ടും. ഓക്കെ, എക്സ് 22 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പ്രൈസിന്റെ ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുത്താൽ പ്രൈസ് എത്രയായിരിക്കും? 200 പ്ലസ് 10 ഇൻറ്റു 22. അപ്പൊ എത്ര കിട്ടും? 420. അപ്പോ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന സമയം എത്രയാണ്? ഈ 420 റുപ്പീസ് ആവുമ്പോഴാണ്, അല്ല $420 ആവുമ്പോഴാണ്
ആണ് നമുക്ക് എന്താ സെല്ലിംഗ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക 420. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് which two of the following activities are environmental detection cost? Environmental detection cost ആയിട്ട് പറയുന്ന ഇതിൽ ഏതാണെന്നാണ് ക്വാണ്ടിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ടു മോണിറ്റർ പൊല്യൂഷൻ ലെവൽസ് ഇൻ വാട്ടർ ലെവലിംഗ് പ്രൊട്ടക്ഷൻ പ്രോസസ്. പിന്നെ പറയുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ടു ക്ലീൻ വേസ്റ്റ് വാട്ടർ ബിഫോർ ഇറ്റ് ലീവ്സ് ദ ഫാക്ടറി. Fitting of carbon filters to machine process to reduce carbon emissions. Power usage measuring system to monitor energy consumption within factory. Payment of fines breaching environmental regulations in the industry. Insulating of heat pipes in the factory to reduce heat loss. പിന്നെ പറയുന്നത് പബ്ലിക് റിലേഷൻ കോസ്റ്റ് ടു റെമഡി റെപ്യൂട്ടേഷണൽ ഡാമേജ് കോസ്റ്റ് ബൈ എക്സ്റ്റേണൽ പൊല്യൂഷൻ. പിന്നെ ക്യാപ്ചറിങ് റീസൈക്ലിംഗ് വേസ്റ്റ് എക്സോസ്റ്റ് ഗ്യാസസ് ടു ജനറേറ്റ് എനർജി. ഇതിൽ ഏതാണ് ഡിറ്റക്ഷൻ കോസ്റ്റസ് എന്ന് പറയുന്നത്? ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ, പിന്നെ ഫൈനും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ഡിറ്റക്ഷൻ കോസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ടു മോണിറ്റർ പൊല്യൂഷൻ ഡിറ്റക്ഷൻ ആണ് അല്ലെ, മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ടു ക്ലീൻ വേസ്റ്റ് വാട്ടർ ബിഫോർ ഇറ്റ് ലീവ്സ് ദ ഫാക്ടറി, അത് പ്രിവെൻഷൻ ആണ് അല്ലെ. ഫിറ്റിംഗ് ഓഫ് കാർബൺ ഫിൽറ്റേഴ്സ് ടു മെഷീൻ പ്രോസസ് ടു റിഡ്യൂസ് കാർബൺ എമിഷൻസ്, വീണ്ടും പ്രിവെൻഷൻ ആണ് വരുന്നത്. പവർ യൂസേജ് മെഷറിംഗ് സിസ്റ്റം ടു മോണിറ്റർ എനർജി കൺസപ്ഷൻ, ഇതും ഡിറ്റക്ഷൻ ആണ്, മോണിറ്ററിംഗ് ആണ്. അപ്പോ അതും എന്താണ്, ഡിറ്റക്ഷൻ ആണ്. പിന്നെ പേയ്മെന്റ് ഓഫ് ഫൈൻസ്, അത് ബ്രീച്ച് സംഭവിച്ച കാരണം നമുക്കൊരു ഫൈൻ വരുന്നതാണ്, അത് പ്രിവെൻഷനോ ഡിറ്റക്ഷനോ അല്ല. പിന്നെ ഇൻസുലേഷൻ ഓഫ് ഹീറ്റിംഗ് പൈപ്സ് ഇൻ ദ ഫാക്ടറി ടു, ഇതെന്താ, പ്രിവെൻഷൻ ഓഫ് ലോസ് ഓഫ് എനർജി ആണ്, എനർജി ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് വെക്കുന്നത്. അപ്പൊ അതും എന്തല്ല, ഡിറ്റക്ഷൻ റിസ്ക് അല്ല, നമുക്ക് എന്താണ്, അതും പ്രിവെൻഷൻ ആയിട്ടാണ് കണക്കാക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പബ്ലിക് റിലേഷൻ കോസ്റ്റ് ടു ബി റെമഡി റെപ്യൂട്ടേഷണൽ ഡാമേജിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പബ്ലിക് കോസ്റ്റ് ആണ്. അതും നമുക്ക് ഡാമേജ് വന്നുകൊണ്ട് വരുന്നതാണ്, അത് ഫൈൻ പോലത്തെ ഒരു സംഭവമാണ്, അത് ഡിറ്റക്ഷൻ അല്ല. ക്യാപ്ചറിംഗ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് എക്സോസ്റ്റ് ഗ്യാസസ് ടു ജനറേറ്റ് എനർജി, വീണ്ടും പ്രിവെൻഷൻ ആണ്, റീസൈക്ലിംഗ് ആണ്, സോറി പ്രിവെൻഷൻ അല്ല, റീസൈക്ലിംഗ് ആണ്, ഡിറ്റക്ഷൻ അല്ല. ഓക്കെ, അടുത്തതാണ് Hempel Paints for manufacturers and sell paints. Business units A of the company makes a paint called Monty. Monty is made using 3 key material R, S, T. The following information related to for Monty period 1 കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേഷ്യോ മിക്സിംഗ്, സ്റ്റാൻഡേർഡ് മിക്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, RSTയുടെ സ്റ്റാൻഡേർഡ് മിക്സ് എത്രയാണ്, 30:50:20 ആണ്. അപ്പൊ നമുക്ക് മിക്സ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മിക്സ് വേരിയൻസ് വരാം? മിക്സ് വേരിയൻസ് നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി വേണം, ഓക്കെ, ഡിഫറൻസ് വേണം, സെല്ലിംഗ് സ്റ്റാൻഡേർഡ് പ്രൈസ് വേണം, മിക്സ് വേരിയൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ, റിവൈസ്ഡ് അല്ല, ഈ ആക്ച്വൽ യൂസേജിനെ സ്റ്റാൻഡേർഡ് മിക്സ് വെച്ചിട്ട് ഇൻടു ചെയ്താൽ കിട്ടുന്നതും നമുക്ക് വേണം. ഓക്കെ, അതേ മൈനസ് ആക്ച്വൽ യൂസേജും ചെയ്തിട്ട് സെല്ലിംഗ് സ്റ്റാൻഡേർഡ് പ്രൈസ് ആയിട്ട് ഇൻഡ് ചെയ്താലാണ് നമുക്ക് എന്നിട്ട് മിക്സ് വേരിയൻസ് കിട്ടുക. അപ്പൊ എന്താണ്, ആക്ച്വൽ യൂസേജ് നമുക്ക് എത്ര വരുന്നത്, 1900, 2800, 1300. ടോട്ടൽ എത്ര വരും, ഇവിടെ R ഉണ്ട്, S ഉണ്ട്, T ഉണ്ട്. ടോട്ടൽ നമുക്ക് 6000 വരും. ഓക്കെ, നമുക്ക് എന്താ വരുന്നത്, സ്റ്റാൻഡേർഡ് മിക്സ് 30:50:20 ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് മിക്സിന് നമുക്ക് 3 ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6000 into 30/100 കിട്ടും. നമുക്ക് 6000 into 50/100 കിട്ടും. ഇവിടെ 6000 into 20/100 കിട്ടും. ഓക്കെ, നമുക്ക് എത്ര വരിക, ഇവിടെ 3000 ആണ് വരിക, ഇവിടെ 1800 ആണ് വരിക.
ഇവിടെ 1200 വരും. ഓക്കെ, അപ്പൊ നമുക്കിത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഒരു -100 കിട്ടും, ഇവിടെ +200 കിട്ടും, +2000 ആണ് കേട്ടോ, അല്ല 200 കിട്ടും, ഇവിടെ ഒരു -100 കിട്ടും. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര വരുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. R-ന് 63-യും S-ന് 50-യും ആൻഡ് T-ക്ക് 45 ആണ്. അപ്പോൾ ഇവിടെ 6300 വരും. ഇവിടെ നമുക്ക് 10,000 വരും. ഇത് -6300 വരും. ഇവിടെ 10,000 വരും. ഇവിടെ -4500 വരും. നമുക്ക് എത്ര? -800 ആണ് മിക്സ് വേരിയൻസ് കിട്ടുക. അഡ്വേഴ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? അഡ്വേഴ്സ് 800 ആണ് നമുക്ക് മിക്സ് വേരിയൻസ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ടാർഗറ്റ് കോസ്റ്റ്? ടാർഗറ്റ് കോസ്റ്റിന് അല്ലാത്ത ഫീച്ചർ ഏതാണ്? ഫംഗ്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആർ അനലൈസ്ഡ്, പ്രോഫിറ്റ് മാർജിൻ ഓൺ ദ പ്രൊഡക്റ്റ് ഈസ് സെറ്റ് ആസ് ഫിക്സ്ഡ് പെർസെൻറ്റേജ്, കോമ്പറ്റീറ്റർ പ്രൊഡക്ട്സ് ആർ അനലൈസ്ഡ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോസ്റ്റ്. ഇതിൽ ഏതാണ് ടാർഗറ്റ് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത്? ഫംഗ്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആർ അനലൈസ്ഡ്, വാല്യൂ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ഓൺ എ പ്രൊഡക്റ്റ് ഈസ് സെറ്റ് ആസ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്ട്സ് ആർ അനലൈസ്, നമ്മൾ നോക്കാറുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് അല്ല നമുക്ക് കോസ്റ്റ് വെച്ചിട്ടല്ല ചെയ്യുക. ആദ്യം നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? ടാർഗറ്റ് കോസ്റ്റ് അച്ചീവ് ചെയ്യുക. അപ്പൊ അതല്ല നമ്മുടെ എന്ത് കോസ്റ്റിന്റെ പ്രൊഡക്റ്റ് ഫീച്ചർ. അടുത്തത് നമുക്ക് വരുന്നതാണ് Fenelco makes a range of products and sell them online. It uses activity-based costing to allocate cost to its products. Its two most successful products are Charlie and Tango, but it makes approximately 50 other products in the company. And in its factory, the company processes and dispatches 20 million orders in addition to the orders from Charlie and Tango. Information related to Charlie and Tango as follows. 5 million Charlie ഉണ്ട്, 6 million Tango വിൽക്കുന്നുണ്ട്. ആവറേജ് ഓർഡർ സൈസ് 2.5 million ചാർലിയും 2.5 ചാർലിയും 2 ടാങ്കോസും ആണ് ആവറേജ് സൈസ്. ദ ടോട്ടൽ പാക്കേജിംഗ് ഡിസ്പാച്ചിങ് കോസ്റ്റ് പൂൾ ഫോർ ഫെനലാക്കോ, ഡിസ്പാച്ചിങ് കോസ്റ്റ് പൂള് ടോട്ടൽ 10 million ആണുള്ളത്. വാട്ട് ഈസ് ദ പാക്കിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ ചാർലിയുടെ മാത്രം? അപ്പം നമുക്ക് എന്തൊക്കെ വരിക? ആദ്യം നമുക്ക് കോസ്റ്റ് പൂളും കോസ്റ്റ് ഡ്രൈവറും. കോസ്റ്റ് പൂൾ ഓൾറെഡി കിട്ടി, 10 million ആണ്. ഓക്കെ, കോസ്റ്റ് ഡ്രൈവർ എന്താണ്? നമ്പർ ഓഫ് ഓർഡേഴ്സ് ആവും. എത്ര ഓർഡേഴ്സ് ഡിസ്പാച്ച്ഡ് ആണ്? ഓർഡേഴ്സ് ഡിസ്പാച്ച്ഡ് ആണ് നമുക്ക് എന്താ പറയാ? കോസ്റ്റ് ഡ്രൈവർ. ഓക്കെ, നമുക്ക് 20 million ഓൾറെഡി ഉണ്ട് ഈ ചാർലിയുടെയും ടാങ്കോയുടെയും കൂട്ടാണ്ട്. അപ്പൊ 20 million ഓൾറെഡി ഉണ്ട്. അപ്പൊ ചാർലിക്കും ടാങ്കോക്കും നമുക്ക് എത്ര ഓർഡേഴ്സ് ഉണ്ട് നോക്കാം. ചാർലിക്ക് 5 million ആണ് നമുക്ക് ടോട്ടൽ വരുന്ന യൂണിറ്റ്സ്. ആവറേജ് സൈസ് 2.5 ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 million ചാർലിക്ക് ഡിസ്പാച്ച് വരുന്നുണ്ട്, 2 million. ടാങ്കോക്ക് വരുന്നത് 6 million ഓർഡേഴ്സ് ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് സൈസ്. അപ്പോൾ 3 million ഓർഡേഴ്സ് ഡിസ്പാച്ച് ആർക്കും? ടാങ്കോക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 25 million ഓർഡേഴ്സ് ആണ് ഒരു ഇതിൽ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ 25 million ഓർഡേഴ്സ് നമ്മൾ 10 million കോസ്റ്റ്. അപ്പോൾ നമുക്ക് പെർ ഓർഡർ കോസ്റ്റ് കിട്ടും അല്ലേ? പെർ ഓർഡർ കോസ്റ്റ് എത്ര വരിക? 10 million ഡിവൈഡഡ് ബൈ 25. അപ്പോൾ എത്ര വരും? 10 ഡിവൈഡഡ് ബൈ 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4 million ആണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. അപ്പോൾ അത്ര 0.4 million ആണ് ഒരു ഓർഡറിന് കോസ്റ്റ് വരുന്നത്. ഓക്കെ, 0.4 million.
അല്ല സോറി 0.4 ആണ്, മില്യൺ ഇല്ല. ഒരു ഓർഡറിന് കോസ്റ്റ് വരുന്നത്. നമുക്ക് ചാർലിക്ക് എത്ര ഓർഡർ ഉണ്ട് നോക്കാം. ചാർലിക്ക് ടോട്ടൽ എത്ര ഓർഡർ ഉണ്ട്? 5 മില്യൺ ബൈ ഡിവൈഡ് അല്ല 2.5 മില്യൺ അല്ല സോറി 2 മില്യൺ ഓർഡേഴ്സ് ടോട്ടൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് 2 മില്യൺ ആണ്. അപ്പൊ 2 മില്യൺ ഇൻറ്റു ഈ 0.4 ചെയ്ത് കഴിഞ്ഞാൽ 2 മില്യൺ ഇൻറ്റു 0.4 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.8 മില്യൺ കിട്ടും. എത്ര? സോറി ഗൈസ്, അപ്പോ 0.8 മില്യൺ ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക. അപ്പൊ നമുക്ക് എത്രയാണ്? ചാർലിക്ക് 0.8 മില്യൺ ആണ് ടോട്ടൽ കോസ്റ്റ്. നമുക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ട്? 5 മില്യൺ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 0.16 ആണ് നമുക്ക് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Artico uses the service of a number of markets research consultants based in different geographical region in which it operates. These consultants are provided with hard copies of designs for new products, sent in sealed packages via a courier service due to their commercially sensitive nature. To further ensure that detail of a new products are not leaked, the consultants are required to work using non-network computers and to save all market research findings on a password-protected hard drive that is again sent by courier. Above which of the following controls are likely to be used this company? ഒരു ആന്റി സ്പൈവെയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ് ചെയ്താൽ ഈ കമ്പനിയിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ കൺസൾട്ടൻസ് ആർ റിക്വയർഡ് ടു വർക്ക് യൂസിങ് നോൺ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ സ്പൈവെയർ പ്രോഗ്രാമിലൊന്നും കാര്യമില്ല. ഇനി ഫയർ വാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? വീണ്ടും ഇവരെന്തുകൊണ്ടാണ് ഇവര് നോൺ നെറ്റ്വർക്ക് റിലേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എ ലോക്കബിൾ ക്യാബിനറ്റ് ഫോർ സേഫ്, കാരണം കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്. ആൻഡ് എ കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്ട്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി FTExpo has identified trend line relating to sales revenue as 2000 plus 25x. X denote the number of quarters, with the first quarter 20x5 being the 13 and second quarter of 20x5 being 14, etc. The FTExpo uses multiplicative model has calculated the following seasonal variance. Quarter 1 minus 20,000, quarter 2 minus 8%, quarter 3 plus 4%, quarter 4 plus 24% ആണ്. What is the FTExpo seasonal adjusted sales revenue forecast for the third quarter of 20x7? അത് നമുക്ക് എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 20x5 Q1 എത്രയായിരുന്നു വരുന്നത്? 13 ആണ്. Q2 14, പിന്നെ 15, പിന്നെ 16. 20x6 ആവുമ്പോൾ 17, 18, 19, 20. 20x7 ആവുമ്പോൾ 21, 22 ആൻഡ് 23 ആണ് ക്വാർട്ടർ 3. ഓക്കെ, തേർഡ് ക്വാർട്ടർ ഓഫ് 20x7 ആണ് വേണ്ടി. അപ്പൊ 23 ആണ് നമുക്ക് എന്ത് വരാം? എക്സ് വരാം. ഓക്കെ, അപ്പോൾ 2000 പ്ലസ് 25 ഇൻറ്റു 23. ഓക്കെ, ഇത് ഇൻറ്റു 1.04 കൂടി ചെയ്യാം. കാരണം എന്താ? സീസണൽ വേരിയേഷൻ പ്ലസ് 4% ഉണ്ട്. അപ്പോൾ ഇൻറ്റു 1.04 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2678 കിട്ടും. ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Lexi is planning to sell his homemade cakes on each weekday over the coming months to commuters traveling to and from work. He has to choose between selling from a stall at the local railway station or from a stand near the bus station, and is considering making his decision based on the expected value of the daily profit he will make under each option. Okay, his calculation shows that the expected value for the daily profit he will make from running the stall at the railway station is $240. ഓക്കെ, അല്ല, $240 ആണ് അവരുടെ എക്സ്പെക്റ്റഡ് വാല്യൂ പ്രോഫിറ്റ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ, ആൻഡ് compared to an expected value of $275 at the bus station. Based on the expected value calculator, which of the following statement about Lexi's choice is correct? If he is a news risk neutral, he should choose the best railway station. ചൂസ് ദ ബസ് സ്റ്റേഷൻ. റിസ്ക് ന്യൂട്രൽ ആണെങ്കിൽ ബസ് സ്റ്റേഷൻ എടുക്കുന്നതാണ്. റിസ്ക് അവേഴ്സ് ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്നതാണ് പറയുന്നത്. ആൻഡ് റിസ്ക് സീക്കിംഗ് ആണെങ്കിൽ ബസ് സ്റ്റേഷൻ എടുക്കുന്ന പറയുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ ഷുഡ് നോട്ട് ബി യൂസ് ടു മേക്ക് ഹിസ് ഡിസിഷൻ ആസ് ദേ ഹാവ് ലിറ്റിൽ മീനിങ് വെൻ കൺസിഡറിങ് എ വൺ ഓഫ് പ്രോജക്ട്. എക്സ്പെക്റ്റഡ് വാല്യൂ റിസ്ക് അവേഴ്സും റിസ്ക് സീക്കിങ്ങും എന്തായാലും എക്സ്പെക്റ്റഡ് വാല്യൂ ഇല്ല ചെയ്യുക. അവർ ഹയസ്റ്റ് റിസ്ക് ആണ് എടുക്കുക. റിസ്ക് സീക്കിങ്, റിസ്ക് അവേഴ്സ് റിസ്ക് എടുക്കത്തില്ല. സോ റിസ്ക് ന്യൂട്രൽ he should choose ബസ് സ്റ്റേഷൻ ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി IBM manufactures a computer game console and a range of computer games. For every games console the company sells, it also sells 9 computer games. The company consoles sell for $200 and has a variable cost per unit of $50. The computer games sell for $60 and a variable cost of $10. IBM has total fixed cost per year 1.5 million. 1.5 million. How many game console must be IBM Co sell per year in order to make break even? ബ്രേക്ക് ഈവൻ ചെയ്യാൻ ആവാൻ വേണ്ടിയിട്ട് എത്ര ഗെയിം കൺസോൾസ് വിൽക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര ഇട്ട് വെക്കാം ഗെയിമിംഗ് കൺസോളിന്. ഓക്കെ, ഗെയിമിംഗ് കൺസോളിന് 200 മൈനസ് 50 150. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കരുത്, തെറ്റായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് കമ്പ്യൂട്ടർ ഗെയിംസിന് എത്ര ഉണ്ട്? 60 മൈനസ് 10 50. ഓക്കെ, ഇനി ഇവിടെ ഒരു ബണ്ടിൽ ഉണ്ട് അല്ലേ? ഗെയിമിംഗ് കൺസോൾ ഒന്ന് വെക്കുമ്പോൾ 9 എന്ത് വെക്കുന്നുണ്ട്? ഗെയിംസ് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബണ്ടിൽ വെക്കുമ്പോൾ 1:9 എന്ന് പറഞ്ഞ സാധനം സെയിൽ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട് നോക്കണം. അപ്പൊ എത്രയാണ്? 50 ഇൻറ്റു 9 9 പ്ലസ് 150. അപ്പൊ എത്ര? 450 പ്ലസ് 150. അപ്പൊ എത്ര? 600. ഇനി ഈ 600നെ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1500 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ 2500 കിട്ടും. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് സെക്ഷൻ എ ഇസ് കംപ്ലീറ്റഡ്. ഇനി അടുത്ത വീഡിയോയിൽ സെക്ഷൻ ബി ആയിട്ട് കാണാം. സോ താങ്ക് യു for watching this video, and please do share the video. And നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷൻ PM please do with Dream Leader and myself Magvil KP. Thank you, and everybody have a good exam this time. All the best for your exams. Thank you.